ICC ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ഇന്ത്യക്കെതിരെ മികച്ച സ്കോറിനായി ഓസ്ട്രേലിയ പൊരുതുന്നു. ഓസ്ട്രേലിയയ്ക്ക് 7ാം വിക്കറ്റ് നഷ്ടമായി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഒരിക്കൽ കൂടി അനിൽ വാസുദേവ് ചേരുകയാണ്. അനിൽ, എങ്ങനെയാണ് കാര്യങ്ങൾ? പ്രവിത, ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ ഒരു മികച്ച സ്കോറിനായി പൊരുതുകയാണ്. അപ്പോൾ അവരുടെ സ്കോർ 46.5 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 248 റൺസ് എന്നുള്ളതാണ്. ഈ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ഒരു ഏവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ 238 അത് കടന്നിട്ടുണ്ട്. പക്ഷേ ഓസ്ട്രേലിയയ്ക്ക് ഇന്ത്യയെപ്പോലൊരു മികച്ച ബാറ്റർമാരുള്ള സംഘത്തിനെതിരെ ഒരു കൂറ്റൻ സ്കോർ തന്നെ വേണം. 275 മുകളിലെങ്കിലും ഒരു സ്കോർ നേടാനായാൽ മാത്രമാണ് ഒരുപക്ഷെ ഇന്ത്യയെ എന്തെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാനാവൂ. കാരണം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യരും അടക്കം എല്ലാവരും മികച്ച ഫോമിൽ കളിക്കുന്ന ഈ ടൂർണമെൻറ്റിലെ ഇതുവരെയുള്ള ഏറ്റവും ഫേവറേറ്റ്സ് ആയുള്ള ടീമിനെതിരെ ഒരു മികച്ച സ്കോർ ഇല്ലെങ്കിൽ ഓസ്ട്രേലിയയ്ക്ക് വലിയ കഷ്ടമാകും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളെയൊക്കെ തന്നെ പുറത്താക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്നത്. ഇന്ന് ട്രാവിസ് ഹെഡിനെ അധികം ക്രീസിൽ നിർത്തിയില്ല എന്നുള്ളതാണ്. പക്ഷേ സ്റ്റീവ് സ്മിത്ത് ഇന്ന് അവരെ വലിയ രീതിയിൽ സഹായിച്ചു. 73 റൺസാണ് സ്റ്റീവ് സ്മിത്ത് നേടിയത്. ഒപ്പം തന്നെ അലക്സ് ക്യാരി 60 റൺസുമായിട്ട് ഇപ്പോൾ ക്രീസിലുണ്ട്. അലക്സ് ക്യാരി ഇനി അവസാന 3 ഓവറിൽ എങ്ങനെ തകർത്തടിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഓസ്ട്രേലിയയുടെ സ്കോർ എന്നുള്ളതാണ്. ഇനി വാലറ്റക്കാരാണ് കൂട്ടിന്. സാംബയ അടക്കമുള്ള നഥാനിൽ ലിസ്നെയും തൻവീർ സംഘ അടക്കമുള്ളവരാണ് ഇനി ക്രീസിലേക്ക് വരാനുള്ളത്. അതുകൊണ്ട് അലക്സ് ക്യാരിയിലാണ് എല്ലാ പ്രതീക്ഷയും. അലക്സ് ക്യാരി അടുത്ത 3 ഓവറിൽ വലിയ രീതിയിൽ അടിച്ചാൽ മാത്രമാണ് ഓസ്ട്രേലിയയ്ക്ക് കുറ്റൻ സ്കോറിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ത്യ പ്രതീക്ഷയിലാണ്. എന്തായാലും ഒരു 260-265 തന്നെ ഓസ്ട്രേലിയയെ എറിഞ്ഞു പിടിക്കാനായാൽ ഇന്ത്യക്ക് ഫൈനലിലേക്ക് വലിയ സാധ്യതകൾ തുറന്നു കിട്ടും. പ്രവിത, ശരി, അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ഇന്ത്യക്കെതിരെ മികച്ച സ്കോറിനായിട്ട് ഓസ്ട്രേലിയയുടെ പോരാട്ടം തുടരുകയാണ്.